ഞങ്ങളുടെ കഞ്ഞിൽ പാറ്റയിടുന്ന മുഖ്യമന്ത്രിയുടെ വിരുന്ന് ഞങ്ങൾക്ക് വേണ്ട. ആ അന്നം കഴിച്ചാൽ ഞങ്ങളുടെ തൊണ്ടയിൽ നിന്നും ഇറങ്ങില്ല. ഇതൊരാളോ ഒരു കുടുംബമോ എടുത്ത തീരുമാനമല്ല. ഇതൊരു സമുദായം കൂട്ടായി എടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിൽ അടിപതറിയിരിക്കുകയാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്. ബീഹാറിലെ മുസ്ലിം സമുദായമാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഒരുക്കിയ ഇഫ്താർ വിരുന്ന് തട്ടിത്തെറിപ്പിച്ചത്. വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കുന്ന ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചായിരുന്നു ഈ കടുത്ത തീരുമാനമെടുക്കാൻ കാരണമായത്. പ്രമുഖ മുസ്ലിം സംഘടനയായ ഇമാറത്ത് ശരിയത്ത് സംഘടനയായിരുന്നു വിരുന്ന് നിഷേധിച്ചത്. ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ എന്നിവിടങ്ങളിൽ അനുയായികളുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഈ സംഘടന കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വസതിയിൽ നടന്ന പരിപാടിയിലേക്കുള്ള ക്ഷണം നിരസിച്ചുകൊണ്ട് ഒരു കത്ത് പങ്കിട്ടു. കത്തിലെ വിശദ വിവരങ്ങൾ ഇങ്ങനെയായിരുന്നു: 2024 നിർദ്ദിഷ്ട വഖഫ് ഭേദഗതി ബില്ലിനുള്ള താങ്കളുടെ തുടർച്ചയായ പിന്തുണയിൽ പ്രതിഷേധിച്ച 2025 മാർച്ച് 23 സർക്കാർ ഇഫ്താറിലേക്കുള്ള നിങ്ങളുടെ ക്ഷണം ഞങ്ങൾ ബീഹാറിലെ മില്ലി സംഘടനകൾ കൂട്ടായി നിരസിക്കുന്നു. ഈ ബില്ല് വഖഫ് സ്വത്തുക്കളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തുകയും ഭരണഘടനാ സംരക്ഷണങ്ങളെ ദുർബലപ്പെടുത്തുകയും മുസ്ലിങ്ങളുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ അരികുവൽക്കരണത്തെ കൂടുതൽ ആഴത്തിലാക്കുകയും ചെയ്യുന്നുവെന്ന് പറഞ്ഞു. നിതീഷ് കുമാറിന്റെ ഇഫ്താർ വിരുന്ന് ബഹിഷ്കരിക്കാൻ മറ്റ് മുസ്ലിം സംഘടനകളും തീരുമാനിച്ചിട്ടുണ്ട്. മതേതരമെന്ന് അവകാശപ്പെടുകയും എന്നാൽ ഭരണ സർക്കാരിന്റെ ഭാഗമായിരിക്കുമ്പോൾ മുസ്ലിങ്ങൾക്കെതിരായ അടിച്ചമർത്തലുകൾക്കും അനീതികൾക്കും എതിരെ മൗനം പാലിക്കുകയും ചെയ്യുന്നവർ സംഘടിപ്പിക്കുന്ന ഇഫ്താർ വിരുന്നുകൾ, ഈദാഘോഷം, മറ്റു പരിപാടികൾ എന്നിവയിൽ ജമിയത്ത് ഉലമ ഇ ഹിന്ദ് പങ്കെടുക്കില്ല എന്നും പ്രസിഡന്റ് മൗലാന അർഷാദ് മദനി പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. വഖഫ് ഭേദഗതി ബില്ലിനെ അഖിലേന്ത്യാ മുസ്ലിം വ്യക്തിഗത നിയമ ബോർഡ് സമരവുമായി മുന്നോട്ട് പോവുകയാണ്. ബോർഡിന്റെ മാർഗനിർദ്ദേശപ്രകാരം ഇമാറത്ത് ശരിയത്തും മറ്റ് മുസ്ലിം സംഘടനകളും മാർച്ച് 26 പട്നയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. മതേതര ഭരണത്തെക്കുറിച്ചുള്ള തന്റെ വാഗ്ദാനത്തെ കുമാർ വഞ്ചിച്ചു എന്നും സംഘടനകൾ ആരോപിക്കുകയാണ്. BJPയുമായുള്ള സഖ്യവും വഖഫ് ബില്ലിനുള്ള പിന്തുണയും അദ്ദേഹത്തിന്റെ പ്രതിജ്ഞാബദ്ധതകൾക്ക് വിരുദ്ധമാണെന്ന് ആരോപിച്ച് മുഖ്യമന്ത്രിയുടെ ഇഫ്താർ സമ്മേളനത്തെ ടോക്കണിസം എന്ന് വിശേഷിപ്പിച്ച ഇമാറത്ത് ശരിയത്ത് മുസ്ലിങ്ങളുടെ ആശങ്കകളോടുള്ള നിങ്ങളുടെ സർക്കാരിന്റെ നിസ്സംഗത ഇത്തരം ഔപചാരിക ഒത്തുചേരലുകളെ അർത്ഥശൂന്യമാക്കുന്നു എന്നും പ്രസ്താവിച്ചു. കുമാറിന്റെ മതേതര യോഗ്യതകൾ ഉയർത്തിക്കാട്ടുന്ന ഒരു വിഭാഗം മുസ്ലിം വോട്ടുകളെ പരമ്പരാഗതമായി ആശ്രയിച്ചിരുന്ന അദ്ദേഹത്തിന്റെ പാർട്ടിയായ JDUവിൽ നിന്നോ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നോ ഉടനടി പ്രതികരണമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ വർഷം അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേന്ദ്രത്തിലും സംസ്ഥാനത്തും BJPയുമായി സഖ്യത്തിലാണ് പാർട്ടി ബീഹാർ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമുദായത്തിന്റെ എതിർപ്പ് നിതീഷിന്റെ തുടർഭരണം എന്ന സ്വപ്നത്തിലേക്ക് വഴിമുട്ടിക്കും. കാരണം ബീഹാറിലെ ജനസംഖ്യയുടെ 23 ലക്ഷത്തിൽ കൂടുതൽ വരുന്ന വോട്ട് ബാങ്ക് അത് അവരുടെ കാൽച്ചൂട്ടിലാണെന്നുള്ളത് തന്നെ. തിരഞ്ഞെടുപ്പിൽ മുസ്ലിം വിഭാഗം കാലുമാറിയാൽ നിതീഷിന്റെ കാല് നിലത്തുറയ്ക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു.